ഈ ലോഡർ ഫ്രൈസ് ഉണ്ടാക്കി ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫാനായി മാറിയിട്ടാണ്. അപ്പം ഞാൻ ഈ ദിവസം എന്തെങ്കിലും വെറൈറ്റി ഇതിൽ കൊണ്ടുവരാറുണ്ട്. ഇതുവരെ ആക്കിയതിന് കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി, കോൺഫ്ലവർ, കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഈ സ്റ്റെപ്സ് നല്ല സിമ്പിളാണ്, നമ്മളെ ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാം, ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറും കുറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പാല്, ഉപ്പ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക് പൊടി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ചീസും കൂടി ഇട്ടാൽ ഇത് റെഡി ആയിട്ടാ. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മയോണൈസും ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. നമുക്കിതൊന്ന് സെറ്റ് ആക്കി എടുക്കാം. അതിലേക്ക് നമുക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, ചിക്കൻ ഇടുക, നമ്മൾ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിലേക്കായിട്ട് തന്നെ നമ്മൾ ടൊമാറ്റോ സോസ് എല്ലാം മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ലെയർ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫൈനലായിട്ട് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി കഴിച്ചാൽ നമ്മളെ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ലോഡർ ഫ്രൈസ് വേണമെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ.